എന്റെ പൊന്നു ജോസേ, നീ ഈ പോലീസിന്റെ ചാരപ്പണിക്കൊന്നും നിൽക്കണ്ട. കള്ളൻ ഏതായാലും നമ്മുടെയൊക്കെ വകുപ്പൊന്നാ. ഇൻസ്പെക്ടർമാര് മാറി മാറി വരും. പക്ഷെ നമ്മൾ ഈ തൊഴിലും കൊണ്ട് ജീവിക്കേണ്ടവരാ. തന്നെയുമല്ല, അവരൊക്കെ വലിയ വലിയ നിലയെ കക്കുന്നവരാ. അവരെവിടെ, നമ്മളെവിടെ? അയാൾ ആരാണെന്ന് അറിഞ്ഞാൽ മതി, ബാക്കി കാര്യമെല്ലാം ഞാൻ ഏറ്റു. അങ്ങനെ നമ്മളെക്കാൾ വലിയവനായിട്ട് ഇവിടെ ആരും വിലസണ്ട. ചിലപ്പോ നമ്മുടെ തുരപ്പം വാസുമായിരിക്കും ഇനി. അവനിപ്പം വീറിലല്ലേ? ജോസ് പറഞ്ഞ രൂപം ഭാവം വെച്ച് നോക്കുമ്പോ തോമസ് ആവാനാ വഴി. നിനക്ക് വല്ല ഭ്രാന്തുണ്ടോടാ? അവൻ ഈ തൊഴിലെല്ലാം നിർത്തി കല്യാണം എല്ലാം കഴിച്ച് പോണ്ടിച്ചേരില്ല. നമ്മുടെ ചീങ്കണ്ണി അന്തോ ജയിലിൽ നിന്ന് ഇറങ്ങിയത് കേട്ടു. ഇനിയിപ്പോ അവനായിരിക്കുമോ? അവരെല്ലാം നമ്മുടെ പോലീസുകാർക്ക് നന്നായിട്ട് അറിയാം. അവരാരും ആകാൻ വഴിയില്ല. അതും ശരിയാ. അപ്പൊ ആള് തീർച്ചയായിട്ടും വരുത്തനായിരിക്കും. വല്ല ബോംബെന്നോ കൽക്കട്ടയെന്നോ. എന്തായാലും ഞാൻ റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് പോവാം. അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാവോ നോക്കാം. ജമാലേ, പോയി അവിടെ നിന്നേടാ. നിന്നെ ഞാൻ ഇത് എവിടൊക്കെ തിരക്കി. നിന്റെ ഉമ്മാടി ചോദിച്ചപ്പോ നീ മാർക്കറ്റിൽ പോയിരിക്കാന്ന് പറഞ്ഞു. മാർക്കറ്റ് മുഴുവൻ മഷിയിട്ട് നോക്കി നിന്നെ കണ്ടില്ലല്ലോ. മാർക്കറ്റിൽ ഞാൻ നേരെ റേഷൻ പടിയിൽ പോയി. നിങ്ങൾ എവിടെയാ? എന്നെ മനസ്സിലായില്ല? ഇല്ല. ശരി, ബാ പറയാം. നിന്റെ ബാബുക്കയുടെ വീട്ടിൽ വെച്ച് നീ എന്നെ കണ്ടിട്ടില്ല? ഇല്ല. ആ, എന്നാ ബാബുക്കയോട് പിന്നെ ചോദിച്ചാൽ മതി ഈ ജോസ് ആരാണെന്ന്. അപ്പം മൂപ്പര് പറയും ഞങ്ങള് ബെടാ ബെടാ ദോസ്തുക്കളാ. ഇപ്പൊ മനസ്സിലായോ? ഇല്ല. ബാബുക്കയാ പറഞ്ഞത് ജമാലിനോട് ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും അറിയാവുന്നു. പുതിയൊരു പുള്ളി ഇറങ്ങിയിട്ടുണ്ടല്ലോ സിറ്റിയിൽ. അവനെ കൊണ്ടൊരു കാര്യം സാധിച്ചെടുക്കാനാ. അല്ല, 19,000 രൂപ അവന് കൊടുക്കും. അതുകൊണ്ട് നിനക്കും ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവുന്ന കൂട്ടിക്കോ. എങ്ങനെ ആളെ ഒന്ന് കാണുക. നിങ്ങൾ ആരെ പറ്റിയാ പറയുന്നത്? എടോ, എല്ലാ കാര്യങ്ങളും ബാബുക്ക എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിനക്കറിഞ്ഞൂടെ ബാബുക്കയായിട്ട് ഇടപാടുള്ള ആ പുതിയ പുള്ളിയെ? നീയല്ലേ ഇടനിലക്കാരൻ. നിങ്ങൾ ആരാ? ഇമാതിരി കാര്യം നിങ്ങൾ എന്നോട് പറയണ്ടാട്ടാ. ചേട്ടാ, ഇവനെന്ത് മനുഷ്യൻ. പോട്ടെ. നിക്കടോ. സൂറയുടെ കുട്ടികൾ വിശന്ന് കരയുന്നുണ്ടാവും. ഈ അരി എത്തിയിട്ട് വേണം. ഈ പുള്ളിയെ നിനക്കറിയാമെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. പറയടാ, അവനെവിടെ കിട്ടും? ഞമ്മക്കറിയില്ല. ബാബുക്കാനോട് തന്നെ ചെന്ന് ചോദിക്ക്. ബാബുക്ക പറയുന്ന പണി ചെയ്യാന്നല്ലാതെ മൂപ്പര് തന്നെ പറഞ്ഞിട്ടുണ്ട് മൂപ്പരുടെ ഭാര്യയോട് പോലും ഒരൊറ്റ അക്ഷരം മിണ്ടാൻ പാടില്ലെന്ന്. പോയിക്കോട്ടെ. നിക്കടാ അവിടെ. അവിടെ നിൽക്കാൻ നീ പറയത്തില്ല അല്ലേ? പറയടാ. ആരെയാടാ നിനക്ക് കാണേണ്ടത്? എന്നെയാണോ? എന്നെപ്പറ്റി പോലീസിലെങ്ങാനും പറഞ്ഞ കളവ് കേസിന് മാത്രമായിരിക്കില്ല ഞാൻ ജയിലിൽ പോകുന്നത്, കൊലപാതകത്തിനൂടിയായിരിക്കും. നിന്നെ കൊന്നിട്ട്. സോറ, സക്കീർ ഉറങ്ങിയ? ഇരിക്കി. നമ്മളാ കുമാരന്റെ പറമ്പത്തെ തൈക്കുണ്ടിലൊന്ന് വീണ് അരിയും സാധനങ്ങളൊക്കെ കുറെ പോയി. പെങ്ങളാ തല്ലുംപിടി ഉണ്ടായിന്ന് പറഞ്ഞാ ഉമ്മയും പെങ്ങളും വെറുതെ ബേജാറാവും. പോലെ ആളെയും കൂട്ടി വന്ന് ഇനിയും കുഴപ്പമുണ്ടാക്കുന്ന നമ്മളെ പേടി. ഇനി ഒരുത്തനും വരൂല. എവിടെയായിരുന്നടാ നീ? ചൂട്ട് കത്തിക്കാണ്ട് ഇരട്ടത്ത് വരെന്ന് പറഞ്ഞാ ഓന് തിരിയില്ല. വീണ്ടും മുറിഞ്ഞാ ഒന്നും പറ്റിയില്ല ഉമ്മ. ഇത് നമ്മളെ ദോസ്താ. ഉണക്ക ചെമ്മീൻ ഉണ്ടെങ്കിൽ കുറച്ച് ചമ്മന്തി ഇറക്കി. ഒന്നും വേണ്ട. കഞ്ഞി കുടിക്കാൻ നിങ്ങളെന്ന് വിടൂല. ഇയാൾ ആരാ? ഞാനിവിടെ അടുത്ത് തന്നെയാണ് ഉമ്മ. അടുത്തെവിടെ? കുഞ്ഞിക്കണ്ണ മേസ്ത്രിയുടെ? അതല്ല, ജംഗ്ഷൻ കഴിഞ്ഞു പോണം. എന്താ പണി? ഉമ്മ കഞ്ഞി ഉണ്ടാക്ക് വേഗം.
മോനെ ഉറങ്ങിയില്ലേ? പെങ്ങളെ മൂത്ത മോനാ. കൂട്ടുകാരന്റെ പേരെന്താ? പേര് പപ്പൻ. മോൻ പോയി ഉറങ്ങിക്കോ, കഞ്ഞിയാവുമ്പോ വിളിക്കാം. ഇപ്പോഴെങ്കിലും പേരറിഞ്ഞല്ലേ? പെങ്ങളുടെ ഭർത്താവ് അവിടെ ഇല്ലേ? മൂപ്പര് കുവൈത്തിലാ. ഓഹോ. അവിടെ വലിയ എണ്ണ കമ്പനിയൊക്കെ ഉള്ള ആളാ. ആ. അറബി. നല്ല മനുഷ്യനാട്ടോ. ഒറ്റ കുഴപ്പമുള്ളൂ, മൂപ്പരെ ഭാഷ ഒരു പിടിയും കിട്ടൂല. ഓല നാട്ടിലൊക്കെ പെണ്ണുങ്ങൾക്ക് ഇങ്ങോട്ടാണല്ലോ പൈസ. സൂറൊക്കെ നിക്കാൻ്റെ അന്ന് 5000 ഉറുപ്പ്യ കൊടുത്തു. അതുകൊണ്ട് ഈ വീടൊക്കെ ഒന്ന് നന്നാക്കി. ഇപ്പൊ പൈസ ഒന്നും വെച്ചിടാറില്ലേ? വരുമ്പോഴേ തരൂ. മൂപ്പര് ഹോട്ടലിൽ മുറിയെടുത്തിട്ട് സോറേനെ അങ്ങോട്ട് വിളിക്കുക ചെയ്യുക. ഞമ്മക്ക് ലുങ്കി ഉടുപ്പും ചായൻ്റെ പൈസയൊക്കെ തരും. അവസാനം വന്നു പോയിട്ടിപ്പോൾ 1.5 കൊല്ലായി. ഒരു വിവരമില്ല. നല്ല മനുഷ്യനാട്ടോ. നിങ്ങൾക്ക് നമ്മളെ ബാപ്പാനെ അറിയാം? ഇല്ലല്ലോ. ബാബുഖാന്റെ ഡ്രൈവറായിരുന്നു. ഒരു ദിവസം ബാബുഖാന്റെ കൂടെ മംഗലാപുരത്ത് പോയതാ. കാർ അപകടത്തിൽ മയ്യത്തായി എന്നാ പറയുന്നത്. അവിടെ തന്നെയുള്ള ഏതോ പള്ളിപ്പറമ്പിൽ കബറടക്കി. ബാപ്പാന്റെ മരണത്തിൽ സംശയമുണ്ടെന്നും പറഞ്ഞ് ചില ബന്ധുക്കാരൊക്കെ വന്നിരുന്നു പോലീസ് പറയാൻ. ബാബുക്ക പറഞ്ഞു ഒന്നും വേണ്ടെന്ന്. നിങ്ങളെ അച്ഛനും അമ്മയൊക്കെ എവിടെയാ? അവരൊക്കെ കുറെ ദൂരത്താ. ബാപ്പയ്ക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അയ്യോ, ഇതെന്ത് പറ്റി? ഒന്നുമില്ല, പിടിവലി പറ്റിയതായിരിക്കും. ഇവിടെ പുരട്ടാൻ മരുന്നൊന്നുമില്ലല്ലോ. സാരമില്ല, ഞാൻ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കയറി ഡ്രസ് വെച്ചോളാം. ഹലോ. യെസ്. എപ്പോ? ഓക്കെ സർ. Come on. എവിടോ? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. Follow me. മിസ്റ്റർ ഭാസ്കർ ഇവിടെ നിൽക്കണം. രണ്ടുപേരെ ഗേറ്റിനടുത്ത് നിർത്തൂ. ഒറ്റയാളെയും പുറത്തു വിടരുത്. Come on. Move fast. പ്ലീസ്, ഒച്ച ഉണ്ടാക്കരുത്. ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല. ഒന്ന് കാണാൻ വേണ്ടി മാത്രം. വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് അറിയാം. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഇങ്ങനെ ഒരു അഭിപ്രായം കാണിക്കേണ്ടി വന്നു. ക്ഷമിക്കാം. ഇവിടെ ഈ മുറിക്കകത്ത് നിങ്ങൾ എങ്ങനെ കയറി? കയറി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ.
പേരെങ്ങനെ മനസ്സിലായി? പേര് മാത്രമല്ല, ആനിയെക്കുറിച്ച് എല്ലാം എനിക്കറിയാം. ആനി നൃത്തം ചെയ്യാറില്ലേ? ആനി അറിയാതെ ഞാൻ ഒരുപാട് പ്രാവശ്യം ആനിയെ നോക്കി നിന്നിട്ടുണ്ട്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയാറില്ലേ? ആദ്യം കണ്ട നിമിഷം തന്നെ ആനിയുടെ രൂപം എൻ്റെ മനസ്സിൽ പതിഞ്ഞു. തുറന്നു പറയാൻ പേടിയായിരുന്നു. സത്യം പറഞ്ഞാൽ ആനിയെ സ്നേഹിക്കാനുള്ള അർഹത എനിക്കില്ല. ആനി ആകാശത്ത് തിളങ്ങി നിൽക്കുന്നൊരു വെള്ളി നക്ഷത്രമാണ്. ഞാനൊരു പുൽക്കൊടി. തെറ്റാണ് ഞാൻ ചെയ്തത്. മനോഹരിയായ ഒരു പെൺകുട്ടിയുടെ മുറിയിൽ അവൾ അറിയാതെ കയറി ചെല്ലുക പൊറുക്കാനാവാത്ത തെറ്റാണ്. ആനി എന്നെ ശിക്ഷിച്ചോളൂ. ബഹളം വെച്ച് വീട്ടുകാരെ ഉണർത്തി എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചോളൂ. മനസ്സിലുള്ളത് തുറന്നു പറയാൻ കഴിഞ്ഞു എന്നുള്ള മനസ്സമാധാനത്തോടെ ഏത് ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങാം. ഇന്ന് ആനിയുടെ ബർത്ത്ഡേ അല്ലേ? അതെ, എനിക്കറിയാം. മെയ് 21. ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്നൊരു ഡേറ്റാണ്. അതുകൊണ്ടുകൂടിയാണ് എത്ര ബുദ്ധിമുട്ടിയാലും ഇന്ന് ആനിയെ കണ്ടേ തീരുമെന്ന് എനിക്ക് തോന്നിയത്. ക്ഷമിക്കുക, ഇനി ഒരിക്കലും ഈ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഗുഡ് നൈറ്റ്. നിങ്ങളുടെ പേരെന്താ? ടോണി. ടോണി ലോയിസ്.